ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ടിപ്പാണ്. ഇത് കണ്ടില്ലേ, കൊന്നയിലയാണ്. അപ്പോൾ ഈ കൊന്നയില നമുക്ക് എല്ലാ ചെടികളുടെ മുകളിലും ഇടാനായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. കിട്ടിയ കൊന്നയിലയെല്ലാം കൂടെ ഓടിച്ച് ഞാൻ എന്ത് ചെയ്തു, ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഈ ഒരു കാട്ടുവള്ളി ഉണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു കാട്ടുവള്ളി. ഇത് ഞാൻ നേരത്തെ ഇട്ടതാണ്. അതിപ്പോൾ എല്ലാം നല്ല വാടി അതിൻ്റെ തണ്ടെല്ലാം മാത്രമേ ഇപ്പോൾ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഞാൻ അടുത്ത സ്റ്റെപ്പ് ഈ കൊന്നയില ഒടിച്ചങ്ങ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ കാട്ടുവള്ളി ഉണ്ടല്ലോ, ആ ഒരു കാട്ടുവള്ളിയും കൂടെ നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് ഈ ഒരു സാധനം ഇത് ഭയങ്കര ശല്യമായിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങളിതിനെ പറിച്ചൊന്നും കളയണ്ട. ഇതൊരു ബക്കറ്റിനകത്ത് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം പിറ്റേ ദിവസം മുതൽ നമുക്ക് അന്ന് ഞാൻ ഇത് പൊട്ടിച്ച് ഇതിനകത്ത് ഇട്ടതിന് ശേഷം അതിൽ കൂടെ വെള്ളം പിന്നെ ഓസ് വെച്ച് വെള്ളം ഒഴിച്ച് കണ്ടിന്യൂസ് ഇങ്ങനെ നമ്മൾ ദിവസവും ഈ ഒരു വള്ളിയും പിന്നെ നമ്മുടെ പുല്ലൊക്കെ ചെത്തിപ്പറിക്കുന്ന പുല്ലെല്ലാം ഇല്ലേ, അതെല്ലാം ഇതുപോലൊരു ബക്കറ്റിനകത്ത് അങ്ങ് ഇട്ട് വെച്ച് വിട്ടാൽ മതി. എന്നിട്ട് അതിൽ നിന്നും നമ്മൾ വെള്ളം ചേർത്ത് നമ്മൾ ചെടികൾക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കുഞ്ഞു ചെടികൾക്കൊന്നും നമ്മളിത് ആദ്യമേ ഒഴിച്ചു കൊടുക്കരുത്. സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. നല്ല പൂക്കാറായ ചെടികൾക്ക് ഇത് ഭയങ്കര എഫക്റ്റാണ്. ഞാനിതാണ് ഈ ഒരു സാധനമാണ് ഇനി ദിവസം ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്ത് ഞാൻ മറ്റുള്ള ചെടികൾക്കും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കും. അപ്പം നമുക്ക് അത്യാവശ്യം വളവും നല്ല രീതിയിലുള്ള വളമാണിത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് കുഞ്ഞു ചെടികൾക്കൊന്നും തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കരുത്, അത് കരിഞ്ഞു പോകും. ഓക്കെ.